നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ഫോണിലേക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദയുടെ ഫോൺ കാണാതെ വന്നപ്പോൾ വേദ മുറിയിലാകപ്പാടെ നോക്കുകയാണ്. പക്ഷെ അവിടെയൊന്നും കണ്ടില്ല. അവസാനം വിക്രം പറഞ്ഞു അവിടെയൊക്കെ നോക്കാൻ പറയണ. വിക്രത്തിന്റെ ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നുപോയി. അപ്പൊ ഇനിയിപ്പം വേദയുടെ ഫോൺ കിട്ടുവാണെങ്കിൽ തന്റെ ഫോൺ വർക്ക്ഷോപ്പിലാണത് ഇവിടെയും ഉണ്ടോന്ന് അറിയാലോ, ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. വർക്ക്ഷോപ്പിൽ വെച്ചാണ് മറന്നുപോയെന്ന്. അതുകൊണ്ടാണ് വേദയുടെ ഫോൺ നോക്കാൻ പറയണേ. വേദ പറഞ്ഞു ഒന്നും മര്യാദയ്ക്ക് ഇരിക്കും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ നോക്കുവാണ്. വിക്രത്തോട് പറഞ്ഞു വിക്രു നീയും കൂടെ ഒന്ന് നോക്കാൻ കൂടാൻ പറയണം. അവസാനം വിക്രത്തിന് ഗത്യന്തരം ഇല്ലാതെ വിക്രം അവിടെ എല്ലാം അന്വേഷിക്കുകയാണ്. ആ സമയത്ത് ശ്രീനിവാസൻ കുളിയെല്ലാം കഴിഞ്ഞു വന്നു. ശ്രീനിവാസനുള്ള ഫുഡ് എടുത്ത് ഉമ്മ കൊടുക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. അങ്ങനെ കൊടുക്കണ സമയത്ത് അവിടെ അല്ല എന്ത് പറ്റി ശ്രീനിയേട്ട എന്താ ഫുഡ് അങ്ങനെ കഴിക്കണല്ലോ, എന്തേലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കും. ഒന്നുമില്ല. എന്തേലും അസുഖമുണ്ടോ? അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ ഇരിക്കുന്നത്? എന്തോ കാര്യമായിട്ടൊരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കണേന്ന് പറയണം. അത് പിന്നെ എനിക്ക് മനസ്സിലായി. ആ വിക്രം ഇങ്ങോട്ട് വരാത്തോണ്ടാണോന്ന് ചോദിക്കണം. അല്ല അത് ഞാൻ ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ സുമ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം, വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അവൻ അന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം അവൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അപ്പം അതിൻ്റേതായ ഒരു വിഷമം എന്താണെങ്കിലും ശ്രീനിയേട്ടൻ മനസ്സിൽ കാണുമല്ലേന്ന് ചോദിക്കാം. ശ്രീനിവാസൻ പറഞ്ഞു അവൻ ശരിക്കും എൻ്റെ വലം കൈയാണ്. അവനെ ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ കൂടെയുള്ള രാഷ്ട്രീയക്കാരനെ പോലെ ഒന്നും അല്ല കണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഉണ്ടായ ഒരു മകനെ പോലെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ വരാതിരിക്കുമ്പോൾ എനിക്ക് എൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ആ സമയത്ത് അയാളുടെ ഭാര്യ പറഞ്ഞു എന്നാലും ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നല്ലേ, അപ്പം എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിക്കുക. നിന്നോട് ഞാൻ എന്തായാലും ദേഷ്യപ്പെടുന്നത് പറയണം. എന്നാൽ ഒരു കാര്യം ചെയ്യുക, ശ്രീനേട്ടൻ ആദ്യം ആഹാരം കഴിക്കുക. ആഹാരം കഴിച്ചതിന് ശേഷം അവനെ ഒന്ന് വിളിച്ചു നോക്ക്. അവനെ ഒന്ന് വിളിക്കുവാണെങ്കിൽ ഇത് ശ്രീനേട്ടൻ്റെ ഒരു കോൾ ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ സെക്കൻഡിൽ ഇവിടെ പറന്നു വരത്തില്ലേ, പിന്നെ എന്താ കുഴപ്പമിരിക്കണേ. ശ്രീനേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, പേടിക്കൊന്നും വേണ്ട. ശ്രീനേട്ടൻ അരിയിലേക്ക് അവൻ ഓടി വരുമെന്ന് പറയാം. അതേപോലെ അവളുടെ മനസ്സിലിപ്പ് വേറെ ഒന്നായിരുന്നു. കാരണം പലിശയ്ക്കൊക്കെ പണം കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന പണ്ടത്തെ പോലെയല്ല. ഇപ്പം ആൾക്കാരും അങ്ങനെ അധികം തിരിച്ചു കൊടുക്കുന്നില്ല. നേരത്തെ വിക്രത്തിനെ പേടിയുള്ളതുകൊണ്ട് വിക്രം ഗുണ്ടാപ്പെരുവനെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിയുമ്പത്തിന് ആൾക്കാർ പൈസ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വിക്രം ചെല്ലാത്തതുകൊണ്ട് ആൾക്കാരങ്ങനെ പൈസ കൊടുക്കാൻ മടിയെന്ന് പൊളിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് വിക്രത്തിനെ കൂടെ നിർത്തേണ്ടത് തൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. അതാണ് അവളുടെ മനസ്സിലിരിപ്പ്, സുമയുടെ മനസ്സിലിരിപ്പ്. അല്ലെങ്കിൽ പിന്നെ വിക്രത്തിനെ വിളിക്കാനായിട്ട് ഒരിക്കലും അവൾ പറയത്തുമില്ല. ആ സമയം വിക്രവും ഭേദം കൂടെ മുറിക്കാതെ ഫോൺ നോക്കി കണ്ടില്ല. ആ സമയത്ത് ഭേദ പറഞ്ഞു അയ്യോ ഇപ്പോഴും ഞാനൊരു കാര്യം ഓർത്തെന്ന് പറയാം. എന്ത്? ഞാൻ അച്ഛനെ വിളിക്കാനായിട്ട് അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുത്തായിരുന്നു പറയണം. അങ്ങനെയാണല്ലേ, അന്ന് ഒരു കാര്യം ചെയ്യുക, നീ അവിടെ ചെന്ന് മുറിയിൽ ചെന്ന് നോക്ക് എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, വേദം മുറിയിലേക്ക് നോക്കാനായിട്ട് പോവാണ്. ആ സമയം കമല മാഷിനെ നോക്കി അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും മാഷ് ഓട്ടോറിക്ഷയ്ക്ക് വന്നിറങ്ങി. ഇതെന്താ മാഷ് ഇത്ര താമസിച്ചെന്ന് നിൽക്കുക? അതെ നീ ഒരു കാര്യം ചെയ്യുക, നീ ഇവിടെ നിൽക്കുക, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഇതെന്തിനാ മാഷ് ഇപ്പോഴും അങ്ങോട്ടേക്ക് പോണേ നിൽക്കുക? ഒരു ചാക്ക് വളമുണ്ട്, ആ ചന്ദൻ ഇപ്പോഴാണ് വളം എടുത്ത് തന്നെ, അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് വരാമെന്ന് പറയണം. എൻ്റെ മാഷെ പെട്ടെന്ന് പറഞ്ഞോട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ ചെന്നുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ അവിടെ കാണത്തില്ല, അവർ ക്ഷേത്രത്തിലേക്ക് പോയെന്ന് അറിയത്തില്ല. പിന്നെ മാഷ് ഇറങ്ങുമ്പം കഥയൊക്കെ നന്നായിട്ട് അടച്ചു പൂട്ടിയിട്ട് വേണം ഇറങ്ങാനെന്ന് പറയാം. പിന്നെ പുറവശത്തെ ഗ്രില്ലും കൂടെ പൂട്ടാൻ മറക്കരുത്. കാരണം കഥകിന് അടുക്കള കഥകിന് അത്ര ബലം പോരാ. അപ്പോൾ ആ ഗ്രില്ലൂടെ പൂട്ടുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലാന്ന് പറയണം. ശരി എന്നൊക്കെ പറയണം. അങ്ങനെ ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടോക്കാരൻ പറഞ്ഞു ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യമേ, അവർക്ക് എല്ലാത്തിനും ഭയങ്കര ടെൻഷൻ അല്ലേന്ന് ചോദിക്കും. അതെ, പക്ഷെ അവിടെ എന്തിരുന്നിട്ടാ ഗ്രില്ലൊക്കെ പൂട്ടാൻ അവള് പറയണമെന്നാ എനിക്ക് മനസ്സിലാകത്തെന്നൊക്കെ മാഷ് പറയണം. അങ്ങനെ മാഷ് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് വേദയുടെ അടുത്തേക്ക് വിക്രം വന്നിട്ട് ചോദിച്ചു അല്ല ഫോൺ കിട്ടിയില്ല ഇതുവരെയെന്ന് ചോദിക്കണം. ഫോൺ കിട്ടി, ഇതല്ലേ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കട്ടിലെ ഫോൺ ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങോട്ട് എടുക്കുവാണ്. അല്ല ഒരു കാര്യം ചെയ്യുക, നീ എൻ്റെ ഫോണിലേക്ക് അങ്ങോട്ട് വിളിക്കാൻ പറയണം. നിങ്ങളുടെ ഫോണിലേക്കോ? ഞാൻ ആദ്യം എൻ്റെ മുത്തശ്ശിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാം. മുത്തശ്ശിനെ ഒന്നും വിളിക്കണ്ട, എൻ്റെ ഫോണിലേക്ക് വിളിക്കുക, എൻ്റെ ഫോൺ എവിടെയാണെന്ന് അറിയാലോ. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ആദ്യം മുത്തശ്ശിനെ എന്ന് പറയണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഫോണിനകത്ത് ചാർജില്ല. അയ്യോ ഫോണിനകത്ത് ചാർജ് ഇല്ലെന്ന് പറയണം. ഞാനിത് കുത്തിയിട്ടെ എന്ന് പറയാം. അങ്ങനെ വേദ കൊണ്ട് കുത്തിയിട്ടു. ആ സമയം വിക്രം പറഞ്ഞു അതെ കുത്തിയിട്ടോട് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു സെക്കൻഡത്തെ കാര്യമുള്ളൂ, നീ അങ്ങോട്ട് വിളിക്കാൻ പറയണം. വേട പറ്റില്ല, കുത്തിയിട്ട് വിളിക്കാൻ പറ്റില്ല. കുത്തിയിട്ടിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ, ചിലപ്പോഴേ വല്ല റേഡിയേഷൻ ഉണ്ടാവും. റേഡിയേഷനോ? അല്ല അതല്ല, ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയണം. നമ്മൾ കണ്ടില്ലേ കുത്തിയിട്ടോണ്ട് ഫോൺ ചെയ്തതെന്നൊക്കെ പറയണേ. എൻ്റെ ദൈവമേ, ഇവളെ കൊണ്ട് മടുത്തു പോവുള്ളൂ മനുഷ്യന്, ഒരു സമാധാനം കിട്ടുന്നില്ലോ. പണ്ടാരടങ്ങാനായിട്ട് ഏത് സമയത്താണോ എന്തോ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ച് വിക്രം ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് വിക്രം പറഞ്ഞു ഒന്നെടുത്ത് വിളിക്കുക, ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയണം. 5 മിനിറ്റത്തെ കാര്യമോ? നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടേ ഞാൻ നിങ്ങളുടെ
വേലക്കാരിയൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, പിന്നെ ഒരു വേലക്കാരി വന്നിരിക്കുന്നു, ഞാനൊന്നും പറയണില്ല എന്ന് പറയണം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് വേണമെങ്കിൽ ഒന്ന് വിളിക്കാവുന്നതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഫോൺ എടുത്തുകൊണ്ട് വരാമെന്ന് പറയാം. അങ്ങനെ ഇപ്പം നിങ്ങൾ ഫോൺ എടുക്കാൻ പോകണ്ട, ഇത് ചാർജ് ആയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചാൽ മതി എന്ന് പറയണം. പിന്നെ നീയെ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കണോ അല്ലേന്ന് ചോദിക്കണം. പിന്നല്ലാതെ ഇനിയിപ്പം ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ആര് പറയുന്നത് അനുസരിക്കുന്നത്? ആ ശ്രീനിവാസൻ പറയുന്നതായിരിക്കും. അയാളുടെ വേലക്കാരനാണല്ലോ നിങ്ങളെന്ന് പറയാം. അത് കേട്ടപ്പം ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല വിക്രം മറ്റൊന്നും എന്താണ് നീ പറഞ്ഞെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് ഗുണ്ടാപ്പിരിവിനും തല്ലിനും ഒക്കെ വേണ്ടി നടക്കുന്നതല്ലേ. അപ്പം പിന്നെ നിങ്ങളെ അയാളുടെ അടിമയെന്നല്ലാതെ വേറെ ഞാൻ എന്താ വിളിക്കണമെന്ന് ചോദിക്കും. ദേഷ്യം വന്നു. എൻ്റെ ശ്രീനിസാറിനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ, നിന്നെ എന്തിനാണെന്ന് പറഞ്ഞോണ്ട് കൈ പൊയ്ക്കൊണ്ടും കൂടി ചെല്ലുവാണ് വേദ അടിക്കാനായിട്ട്. നിങ്ങൾ എൻ്റെ നേരെ കൈ പൊക്കോ? പെൺകുട്ടികൾ നേരെ ഇങ്ങനെ കൈ പൊക്കി സംസാരിച്ച് പെൺകുട്ടിയോട് അടിക്കാൻ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വേദ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വിക്രത്തിന് ഒന്നുകൂടെ ദേഷ്യം വന്നു. വിക്രം പറഞ്ഞു, നിന്നെ എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചാർജ് കുത്തിട്ടിരിക്കുന്ന ഫോൺ എടുത്തിട്ട് ഒറ്റ ഏറായിരുന്നു നിലത്തേക്ക്. പെട്ടെന്ന് വേദയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങൾ അത്രയ്ക്കായില്ലേ, നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പില്ലോ കവർ എടുത്തിട്ട് വിക്രത്തെ അടിക്കുകയാണ്. അപ്പം ഇതെല്ലാം നടക്കുന്നത് മാഷിൻ്റെ കമലയുടെ മുറിയിലാന്ന് ഓർക്കണം. പില്ലോ കവർ എടുത്ത് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ച് വിക്രം എടുത്തിട്ട് അടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അവസാനം തലവണയെല്ലാം പൊട്ടിച്ചേറി അതിനകത്തുനിന്ന് പഞ്ഞിയെല്ലാം വരുവാണ്. അങ്ങനെ ഒരു അടി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു മാഷിൻ്റെ ഒരു കുഴമ്പ് കുപ്പി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കുഴമ്പുപ്പി തലവണ കൊള്ളുവാണ്. അവസാനം ആ കുപ്പിയെല്ലാം കൂടെ പറഞ്ഞ് വിക്രത്തിൻ്റെ ദേഹത്തേക്കും സിക്സർ അടിക്കുന്ന പോലെ വന്ന് വീഴുവാണ്. വിക്രം കുഴമ്പിനകത്ത് കുളിച്ച് നിൽക്കുക. വേദ പറഞ്ഞു, എന്തൊരു മണം, പോയി കുളിക്ക് മനുഷ്യാന്ന് പറയണം. എടീ നിന്നെ ഞാൻ കൂടെ ഒന്നും പറയണ്ടെന്ന് പറയണം. പെട്ടെന്ന് വിക്രത്തിന് നല്ല ദേഷ്യം വന്നു. വിക്രം എന്ത് ചെയ്യണം, അങ്ങനെ കുളിക്കാൻ പോയി കഴിയുമ്പോഴത്തേനും അവളുടെ ഫോൺ ഇവിടെ കുഴമ്പിനകത്ത് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യണം, ഒറ്റ തട്ട് കൊടുത്തു. അത് ആ കട്ടിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് പോയി. മൊത്തം പഞ്ഞിക്കകത്ത് അഭിഷേകമായിരുന്നു മുറിക്കകത്ത്. അപ്പോൾ ഫോൺ എവിടെയെന്ന് വേദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. വേദ എന്ത് ചെയ്യണം, പതുക്കെ ആ കട്ടിൻ്റെ അടിയിലേക്ക് അങ്ങനെ നോക്കുകയാണ്. അങ്ങോട്ട് കയറിയത് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ സമയം വിക്രം കുളിക്കാനായിട്ട് മുറിയിലേക്കും പോയി കുളിക്കാൻ കയറുകയാണ്. ആ സമയത്താണ് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മാഷ് വന്ന് പോയി കഴിഞ്ഞപ്പോൾ കഥകളെല്ലാം തുറന്നു കിടക്കുന്നു. ഇതെന്താ ഇവിടേക്ക് തുറന്നെടുക്കുന്നത്? ഗേറ്റ് സൈഡും തുറന്നു കിടക്കുക. അങ്ങനെ മാഷ് പുറത്തോട് പോയി നോക്കി കഴിഞ്ഞപ്പോൾ അടുക്കളക്കഥവും ഗ്രില്ലും ഒക്കെ തുറന്നു കിടക്കുന്നു. പിന്നീട് മാഷ് അകത്തേക്ക് കയറിയിട്ട് അവിടെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ആരെയും കാണുന്നില്ല. അപ്പം മാഷിൻ്റെ മുറിയിൽ എന്താണെങ്കിലും വേദ കാണുമെന്ന് അറിയത്തില്ലായിരുന്നു. വിക്രം ബാത്റൂമിലും ആയിരുന്നല്ലോ. ഒരൊച്ച എനക്കൊന്നും കേൾക്കുന്നില്ല. ഇവരെല്ലാം തുറന്ന് മലർത്തിയിട്ടിട്ടാണോ പോയിരിക്കുന്നത്? മാഷ് എന്ത് ചെയ്യുവാണ്? അങ്ങനെ അവസാനം അടുക്കളക്കഥ അടച്ചു. പിന്നെ ഗ്രില്ല് പൂട്ടി. അങ്ങനെ പുറത്ത് കഥ അടച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനാണ് വേദ പെട്ടെന്ന് അങ്ങോട്ട് ഏറ്റു വരുന്നത്. വേദയ്ക്ക് തോന്നി കഥ അടയ്ക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് വേദ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കഥ അടച്ചിട്ട് അച്ഛനങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടേ. അച്ഛാന്ന് 2-3 വട്ടം വിളിച്ചു. കാരണം മാഷ് ഗേറ്റിനിടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മാഷ് കേട്ടില്ല. ഗേറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുകയും ചെയ്തു. പെട്ടുപോയെന്ന് വേദയ്ക്ക് മനസ്സിലായി. എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് ശ്രീനിവാസൻ എന്ത് ചെയ്യാണ്, വിക്രത്തിന് ഫോണിലേക്ക് വിളിക്കുക. വിക്രത്തിന് ഫോൺ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫോണ് സൈലൻ്റ് ആയിരുന്നു. അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ആരും അറിഞ്ഞില്ല. വർക്ക്ഷോപ്പ് ആകുമ്പോൾ അതിൻ്റെ ശബ്ദവും ബഹളമൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് ആരും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ശ്രീനിവാസൻ വിളിച്ചിട്ട് കോൾ എടുക്കാതിരുന്നപ്പോഴത്തേനും ഉമ്മ എന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റി ശ്രീനേട്ട കോൾ എടുക്കണില്ലേന്ന് ചോദിക്കുകയാണ്. അതെന്താണെന്ന് അറിയത്തില്ല. കോൾ എടുക്കുന്നില്ല എന്ന് പറയണം. ഞാൻ വിളിച്ചിട്ട് ഇന്നുവരെ എടുക്കാതിരുന്നിട്ടില്ല എന്ന് പറയണം. എങ്കിലും അവന് ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ പിണക്കം എന്തെങ്കിലും കാണുമായിരിക്കും ശ്രീനേട്ടനോട്. ഒരു കാര്യം ചെയ്യാം, പുളിക്കനെ വിട്ട് അവനെ ഇങ്ങോട്ട് വിളിപ്പിക്കുക, അവനിങ്ങോട്ടേക്ക് വരട്ടെ, ചിലപ്പോൾ ആ വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്ന് പറയണം. എന്നാൽ അതാ ശരി, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ അവസാനം ശ്രീനിവാസൻ പുളിക്കനെ വിളിച്ചിട്ട് അവനെ പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറയണം. വിക്രത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം, അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയണം. ആ സമയത്ത് വേദ എന്ത് ചെയ്യണം, നോക്കിക്കഴിഞ്ഞാൽ ഫോൺ കാണുന്നില്ല. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും? കഥകും പൂട്ടിപ്പോയി, പുറത്തേക്ക് ഇറങ്ങാനും പറ്റല്ലോ എന്നൊരു ചിന്തയുണ്ട്. വിളിക്കാനാണെങ്കിൽ ഫോണും ഇല്ല. തൻ്റെ ഫോണും ആ പരുവത്തിലാക്കി കളഞ്ഞ് വിക്രം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു വേദ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് പുള്ളിക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ്. വർക്ക്ഷോപ്പിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തെ അങ്ങോട്ടേക്ക് അനിയൻകൂട്ടം വന്നിട്ട് എന്താ പുള്ളിക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുകയാണ്. അല്ല വിക്രം ഇല്ലേന്ന് ചോദിക്കണം. വിക്രം ഇല്ലല്ലോ, അവനെ ഞാൻ വീട്ടിൽ കൊണ്ടു വിട്ടു. അവൻ്റെ അമ്മ അത്യാവശ്യമായിട്ട് അവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ട് വിട്ടാന്ന് പറയാം. അല്ല അവനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്ന് പറയാം. കോൾ എടുക്കുന്നില്ലേ? എന്താണെന്ന് അറിയത്തില്ല, ശ്രീനി സാറ് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോസഫ് പറഞ്ഞു, എങ്ങനെ കോൾ എടുക്കും? അവനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം അവൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവന് സ്ത്രീ പീഡന കേസിൽ അറസ്റ്റായെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒപ്പം തന്നെ ശ്രീനി സാറ് സന്തോഷിച്ച് കാണും. അല്ലെങ്കിൽ അവനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് വരണ്ടല്ലേ, അതൊന്നും ചെയ്തില്ലല്ലോ. അവനത്ര കാര്യമായിട്ട് ശ്രീനിയേട്ടനോടൊപ്പം നിൽക്കുമ്പോൾ സമയത്ത് അവനെ കെയർ ചെയ്യേണ്ട കാര്യം അയാൾക്കില്ലായിരുന്നു ചോദിക്കുക. പിന്നെ അയാളുടേതായ ഒരു ആവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് പുള്ളിക്കും പറഞ്ഞു, അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാലോ
സുധീർ സാർ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതല്ലേ? എന്ത് പൊസിഷനാണെങ്കിലും വിക്രത്തിന് ആരാവത്തരും വിക്രത്തെ കാണാമെന്ന് വിക്രത്തെ രക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. പിന്നീട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇച്ചിരി കഴിയുമ്പോൾ പോയി നോക്കാം, അവരവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാന്നൊക്കെ പറയണം. അങ്ങനെ പുളിക്കാൻ അങ്ങോട്ട് പോയി. പുളിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകുട്ടൻ പറഞ്ഞു, എന്നാലും വിക്രം എന്തായിരിക്കും ഫോൺ എടുക്കാത്ത? ഞാനൊന്ന് വിളിച്ചു നോക്കാന്നോർത്ത് വിളിക്കുവാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കോൾ എടുക്കുന്നില്ല. ഇവരെന്താ കോൾ എടുക്കാത്ത? അതേപോലെ ഫോൺ അവിടെ നിന്ന് റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒന്നുകൂടെ വിളിച്ച് കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ആയി. ചാർജ് ചെയ്താൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവൻ എന്ത് പറ്റിയത്? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഫോൺ എടുക്കേണ്ടതാണല്ലോ എന്നൊക്കെ അവരിങ്ങനെ മനസ്സിൽ പറയണം. ആ സമയം വേദ ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുക. പെട്ടുപോയെന്നുള്ള കാര്യം മനസ്സിലായി. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലെന്ന്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.